കേരള രാഷ്ട്രീയത്തിലെ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പുലിക്കുട്ടിയാണ് ഷോൺ ജോർജ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷോൺ ജോർജ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും, കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാതൃകത ഷോൺ ജോർജിൽ നമുക്ക് കാണാം. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായ PC ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ്. ആ ഷോൺ ജോർജ് നിരവധി കേസുകൾ, അതായത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ നിരവധി കേസുകൾ പുറത്തു കൊണ്ടുവന്ന ആളാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി CMRലുമായിട്ട് ചേർന്ന് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള കേസ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചത് ഷോൺ ജോർജിൻ്റെ പരാതിയും ഹർജിയുമാണ്. ഇപ്പോൾ ആ കേസിൽ ED അന്വേഷണം നടക്കുന്നു. 2-3 തവണ വീണയെ ED ചോദ്യം ചെയ്തു കഴിഞ്ഞു. വീണ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം EDയുടെ റെയ്ഡ് നടന്നു. ആ കേസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളം നന്ദി പറയേണ്ടത് ഷോൺ ജോർജിനോടാണ്. ഇപ്പോൾ അതേ ഷോൺ ജോർജ് മറ്റൊരു കേസിലും നേട്ടം കൊയ്തിരിക്കുന്നു, വിജയം കൈവരിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, കേരള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം കേരള ഹൈക്കോടതി മരവിപ്പിച്ചു. ഷോൺ ജോർജ് കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കേന്ദ്രം, ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അതായത് കേന്ദ്രം ഒരു വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഖഫിന് പുതിയ രൂപം, ഭാവം ഒക്കെ നൽകി. അപ്പോൾ അതനുസരിച്ച് വഖഫ് ബോർഡുകൾ പുനഃസംഘടിപ്പിക്കണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേരളം അങ്ങനെ ആ ഒരു നിർദ്ദേശത്തിനെ പുല്ലുപോലെ അവഗണിച്ച് കളയുകയായിരുന്നു. കേരളത്തിൻ്റെ കഴിഞ്ഞ LDF സർക്കാരും ഇപ്പോൾ അധികാരം കിട്ടി വന്ന UDF സർക്കാരും. UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഏതാണ്ട് 1.5 മാസം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അവരും തികഞ്ഞ ഉദാസീനത കാണിച്ചു. കഴിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കാം എന്നൊക്കെയായിരുന്നു അഹങ്കാരത്തോടു കൂടി പറഞ്ഞത്. എന്തായാലും ഷോൺ ജോർജ് വിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി പരിഗണിച്ച ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയ ഷോണിൻ്റെ വാദം നിലനിൽക്കുന്നതാണെന്ന് കണ്ട് നിലവിലെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കുകയാണ്. മാത്രമല്ല, അത് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എത്രയും വേഗം കേന്ദ്ര നിയമ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം. അല്ലാത്ത പക്ഷം അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതുവരെ വഖഫ് ബോർഡിൻ്റെ ഭരണപരമായ ചുമതല വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് നൽകിയിട്ടുമുണ്ട് കോടതി. എന്തായാലും ഈ വഖഫ് ബോർഡിനെ ഈ പറയുന്നത് പോലെ കേന്ദ്രം കൊണ്ടുവന്ന നിയമ ഭേദഗതിക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കാതെ വച്ച് രാഷ്ട്രീയം കളിച്ച ഇടതു വലതു മുന്നണികളുടെ ചെകിട്ടത്ത് കൊടുക്കുന്ന അടിയായി മാറിയിരിക്കുകയാണ് ഈ കേരള ഹൈക്കോടതിയുടെ ഈ വിധി. അങ്ങനെ നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതികരണം കോടതിയെ സർക്കാർ അറിയിച്ചത്, നിലവിലുള്ള കേരള വഖഫ് ബോർഡ് കേന്ദ്ര വഖഫ് നിയമത്തിന് വിരുദ്ധമാണ്. ആ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 അനുസരിച്ച് നിയമാനുസൃതമായ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക് കഴിയുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി, കേന്ദ്രം കൊണ്ടുവരുന്ന ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും വിരുദ്ധമായി കേരള സർക്കാർ മുന്നോട്ട് പോയാൽ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. അത് ചോദ്യം ചെയ്യാൻ BJPയിൽ ചുണക്കുട്ടികളുണ്ട്, ഷോൺ ജോർജിനെ പോലെയുള്ള എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. എന്തായാലും ഇടതു വലതു മുന്നണികൾ നാണം കെട്ടു. ഒപ്പം ഈ വഖഫ് ബോർഡിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്, അതായത് അണിയറയിൽ പ്രവർത്തിക്കുന്നവരും, അതായത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും വഖഫ് ബോർഡ് എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ അംഗങ്ങളാണ് ബോർഡിലെ ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടാറുണ്ട്. അതിന്
മുഖമടച്ചു കിട്ടിയ ഒരു അടിയാണ് ഈ വിധി, ഈ താൽക്കാലികമായ മരവിപ്പിക്കൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പുനഃസംഘടിപ്പിച്ച പുതിയ ബോർഡ് വേണം ഇനി പ്രവർത്തനത്തിൽ വരേണ്ടത്. അതിനകത്ത് അമുസ്ലിങ്ങളായ 2 പേർ ആ ബോർഡിൽ ഉണ്ടായിരിക്കണം എന്ന ഒരു ക്ലോസ് കൂടെ ഉണ്ട്. അതും ഇനി മുതൽ പ്രാബല്യത്തിൽ വരും. ഇതൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി അല്ലെങ്കിൽ ഉയർന്ന കോടതികളിൽ പോയി വഖഫ് ബോർഡും മുസ്ലിം ലീഗും അങ്ങനെയുള്ള സംഘടനകളും കോൺഗ്രസ് അടക്കമുള്ളവരും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി അതിനൊന്നും ആ വഖഫ് നിയമം സ്റ്റേ ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിൽ അത് തടയുകയോ ചെയ്തിട്ടില്ല. അതിനകത്തുള്ള ഒരു ക്ലോസും സുപ്രീം കോടതി ഈ പറയുന്നത് പോലെ എടുത്ത് കളഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിനോട് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ വഴി പോലെ നടക്കും. നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലാത്ത പക്ഷം സംസ്ഥാന സർക്കാരിന് ഒരു പക്ഷേ കോടതിയലക്ഷ്യ നടപടി പോലും നേരിടേണ്ടി വന്നേക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ വേണമെങ്കിൽ സമയം നീട്ടി ചോദിക്കാം കോടതിയോട്. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ, എന്തായാലും കോടതി അനുവദിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഈ വിഷയത്തിൽ പുതിയ ബോർഡ് രൂപീകരിച്ചും അല്ലെങ്കിൽ അത് പുനഃസംഘടിപ്പിച്ച് കോടതിയെ അറിയിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഷോൺ ജോർജ് ഏറ്റെടുത്ത ഒരു കേസ് വിജയിച്ചിരിക്കുന്നു. അത് ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ മികവ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ നേതാവായി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങുമെന്ന് ഈ സംഭവം കൃത്യമായി വ്യക്തമാക്കുന്നു.